മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാ മുസ്തു. വീട്ടിലെത്തി ലച്ച് റൂമിലേക്ക് പോകെ അഞ്ചു അരുണിൻ്റെ തോളിൽ ഉറക്കം പിടിച്ച ബെഡിലേക്ക് ഇരുന്നു. കിടന്നാൽ അരുണേട്ടാ. എന്നിട്ട് ഷർട്ട് മാറ്റി ബാത്റൂമിൽ പോയി ഇറങ്ങി വന്ന അരുണിനോടായി അഞ്ചു ചോദിക്കേ അരുൺ കണ്ണാടിയിലൂടെ പിന്നിലുള്ളവളെ നോക്കി തലയാട്ടി കാണിച്ചു. കിടക്കാലോ. എന്തേ കുഞ്ഞിപ്പെണ്ണാകെ ക്ഷീണിച്ചു പോയ പോലുണ്ടല്ലോ. ഉറക്കം വന്നു, അതാ. എന്നാൽ പോയി മുഖം ഒന്ന് കേകി വാ, എന്നിട്ട് വേഗം കിടക്കാം. അയ്യോ അരുണേട്ടോ, വല്ലാത്ത മടി. കേട്ടതും അരുൺ മുടി ഒതുക്കിക്കൊണ്ട് അഞ്ചിന് നേരെ തിരിഞ്ഞുകൊണ്ട് അവളെ ഒന്നാകെ നോക്കി. എന്താ നോക്കുന്നത്? അല്ലേ, ആദ്യമൊക്കെ ദിവസം 2 കുളി എന്ന് പറഞ്ഞ് നടന്നവളാ. വൃത്തിയുടെ കാര്യത്തിൽ നിന്നെ ഞാൻ നമിച്ചു തരുന്നല്ലോ. പെട്ടെന്ന് വന്ന് മാറ്റം നോക്കണേ. കേൾക്കി അഞ്ചൊന്ന് ചിരിങ്ങിക്കൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. അത് കാണി അരുൺ ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അഞ്ജുവിൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. ഒട്ടും വയ്യേ. കണ്ണിലൊക്കെ നോക്കി കിടക്കുന്നവളുടെ കവളൊരു ഉമ്മ വെച്ച് ചോദിക്കേണ്ട താമസം അവൾ ഇല്ലെന്ന് തലേനിക്ക് കാണിച്ചു. എന്ന് ഉറങ്ങിക്കോ. അല്ല, ഇത് ഈ സാരി ഇട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഇനി ചേഞ്ച് ചെയ്യാനൊന്നും വയ്യ. ഹയ്യടി മോളെ, ഇതിന് വയ്യെന്നാലേ മടിയെന്നാണ് പറയുന്നത്. അരുണേട്ടാ, ഒരേട്ടനുമില്ല. ഇനി നിനക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അയച്ചു തന്നേക്കാം. അഞ്ചു നല്ല അരുണേട്ടനല്ലേ. നിനക്കിന്ന് ഉറങ്ങണോ അതോ ഒന്ന് പോരണേട്ടാ. അരുണേട്ടനിട്ട ഷർട്ട് മതി, എനിക്കിനി ഒന്നിനും വയ്യ. വന്ന് നീ ഒരു ലോകം അടിച്ചാവുന്നുണ്ട്. ക്ഷീണം കൊണ്ടല്ലേ. ശരി, ഇനി നിന്ന് ചെറുങ്ങേണ്ട. പറയുന്നതല്ല. പരൻ്റെ കൈകൾ അഞ്ജുവിൻ്റെ സാരിയുടെ പിന്നിലെ കെട്ടിലേക്ക് വീണു. അവിടുന്ന് കൈ ശരീരത്തിലൂടെ ആകെ ഒഴുകി നടന്നുകൊണ്ട് അവളെ നഗ്നിയാകുമ്പോൾ അരുൺ പറഞ്ഞതുപോലെ അഞ്ജുവിൻ്റെ ഉറക്കമൊക്കെ പോയിരുന്നു. മുഖത്തോട് മുഖം നോക്കി ഇരുവരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കെ അഞ്ജു അരുണിനോട് ചേർന്ന് കിടന്നുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അരുണിൻ്റെ ചുണ്ടുകൾ അഞ്ജുവിൻ്റെ നെറ്റിയിൽ നിന്നും ശരീരത്തിൽ ഒരിടം പോലും ഇടാതെ ചുംബിച്ചിണർത്ത് അവിടെ അഞ്ജുവിൻ്റെ കുറുകലുകളുടെ ചിരികൾ മാത്രമായി. അവിടെ ഇരുവരും പ്രണയത്തിൻ്റെ മറ്റൊരു തലം തേടി യാത്ര തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അഞ്ജു വാ, നീ ക്യാൻറ്റീനിലേക്കില്ലേ? പൊടി ചോദിച്ചു. ഞാനിത് കൂടെ തന്നെ ചെയ്തട്ടെ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെന്ന് വാങ്ങി വെക്ക്. ഞാൻ 20 കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കോളാം. അതാ ബെസ്റ്റ്. എൻ്റെ വയറ്റിലെ കുഞ്ഞുങ്ങളൊക്കെ കരയാൻ തുടങ്ങി. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇവൾ സിംഗിളിനോട് മാരീഡാണ്. അവിടെ ക്ലാസ്സിലുള്ള ജുബിയുടെ പറിച്ചു കേട്ട് സംശയത്തോടെ നോക്കിയപ്പം ലച്ചു വേഗം പറഞ്ഞു കൊടുത്തു. ലച്ചു വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ജുബിയെ വലിച്ച് പൊടിയോട് കൂടെ പോയി. നമ്മൾ ശരിക്കും എത്ര ഭാഗ്യം ചെയ്തവരാണ് രഞ്ജു. ഏത് നിലയ്ക്ക് ബുക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് അവളെ ചോദ്യം. അഞ്ജു അതുപോലെ അവളെ നോക്കാതെ എഴുതിക്കൊണ്ട് അവളെന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇനുവിൻ്റെ കൈ അഞ്ജുവിനെ ചേർത്ത് പിടിച്ചിരുന്നു. നമ്മളിങ്ങനെ എന്നുണ്ടാവണം എന്നുള്ളത് എൻ്റെ എന്നത്തെയും വലിയ ആഗ്രഹം. 3 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. അതിലൊക്കെ ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകളും. നമ്മുടെ ക്ലാസ്, നിൻ്റെ അരുണേട്ടൻ, എൻ്റെ ഹാദിക്ക, ജുബിയുടെ റാഷിക്ക, അവരുടെയൊക്കെ ക്ലാസ്, ലച്ചുവിൻ്റെ ഓരോ കടന്നുവരവും പ്രശ്നങ്ങളും, അന്ന് നിന്നെ പ്രിൻസി ഓഫീസിൽ വിളിപ്പിച്ചത്, അമ്മ വന്നത്, എന്തൊക്കെയാ. യാഷ്, ഇഷാനി, പിന്നെ നമ്മുടെ റോഷൻ, അവൻ്റെ ബിൽഡിംഗ് മൂവി, സ്റ്റൈൽ പ്രപ്പോസൽ, എജ്ജതി. അഞ്ജുവിൻ്റെ തോളിൽ ചാരിക്കിടന്നുകൊണ്ട് പറച്ചിൽ അഞ്ജുവെല്ലാം ഓർത്ത് ചിരിയോടെ ഇനുവിൻ്റെ തോളിലൂടെ പിടിച്ചു. സിദ്ധാർത്ഥ വന്നതും നമ്മൾ പോയതും ജുബി നിന്നെ അന്ന് ക്ലോറോഫോം മണപ്പിച്ചതും, എൻ്റെ റബ്ബേ. എഴുതി കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോഴും ഇനി ഓരോന്നോർത്ത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അല്ലെങ്കിലും അതെങ്ങനെയാണ്, പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും വെറുതെ ഒന്ന് ഓർക്കുമ്പോൾ പോലും മാറിവില്ലെന്ന് വരികയാണ്. ഞങ്ങൾ ഇനി പറഞ്ഞതുപോലെ ഭാഗ്യമാണ് എന്തിനും ഏതിനും കൂട്ടി നിൽക്കുന്ന ഇവരൊക്കെ കിട്ടിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുന്നത് തന്നെയല്ലേ ജീവിതം. അതല്ലേ അവിടെയെല്ലാം ഓരോ സ്വർഗവും പുനർജന്മം കൊള്ളുന്നത്. ഇവരുടെ എല്ലാം ജീവിക്കുമ്പോൾ 1000 തവണ സ്വർഗം എന്താണെന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അരുണേട്ടനെ തനിക്ക് കിട്ടിയതുപോലും ഇവർ കാരണമാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അടിയുണ്ടായിരുന്ന ജുബിയെ പിടിച്ചിരുത്തി റാഷിയും കൂടെ നമ്മുടെ ബാക്കി സാറന്മാരെയും കണ്ടു. സാറേ, ഭാര്യ വന്നിട്ടോ, എന്തെങ്കിലും വാങ്ങിച്ചോടെ. എവിടുന്നോ ഏതോ പയ്യൻ വിളിച്ച് പറയുന്നത് കേട്ടതും അഞ്ച് ചിരി കടിച്ച് പിടിച്ച് തന്നെ നോക്കുന്ന അരുണിനെ നോക്കി ലച്ചുവിൻ്റെ കൂടെ ചെന്നിരുന്നു. മതിയടി, ആളെങ്ങനെ മടുപ്പിക്കാതെ. റാഷിയുടെ ട്രീറ്റാണ്. കാരണേ അതെങ്ങനെ എല്ലാവരും ചേർന്ന് രണ്ടിനെയും പൂട്ടാൻ തന്നെ തീരുമാനിച്ചു. ജിനുവിൻ്റെ ജുബിയുടെ കല്യാണം ഒരേ പന്തലിൽ വെച്ച്. ആദ്യത്തെ കുറച്ച് ദിവസം ജുബിയും റാഷിയും മിണ്ടാതെ നടന്നെങ്കിലും നമ്മുടെ ടീംസ് അവരെ അങ്ങ് സെറ്റാക്കി കൊടുത്തു. ഇപ്പോൾ ജുബി റാഷിയോട് ഏതോ കാലത്തുണ്ടായ പ്രതികാരം വീട്ടുന്ന പോലെ ബിരിയാണിയും ഫലൂദയൊക്കെ അടിച്ചു കയറ്റുകയാണ്. വേണമെങ്കിൽ കഴിച്ചോ, അതോ വേണ്ടേ? ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ? എൻ്റേതൊക്കെ ഇങ്ങോട്ട് തന്നെ. നിൻ്റെ ഇനി വാരുമ കൈവച്ച് പറഞ്ഞ് ജൂബി അടുത്തതായി കൈ താഴ്ത്തി പൊടിയോട് എന്തോ പറയുന്നതും പൊടി അവളെ നോക്കി അരുതി നാറ്റിക്കരുതെന്ന് കാട്ടി. പിന്നെ പൊടിയൊന്നും ചോദിക്കാൻ പോയില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ എന്ന് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. ക്യാൻറ്റീനിൽ കഴിക്കാനിരുന്ന കുറേ പേര് കഴിക്കാതെ എണീറ്റ് അവിടെ നിന്ന് പോയതും അമ്മൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് എണീറ്റു.
ഞാൻ പോയി. നിങ്ങൾ കപ്പിൾസ് എൻജോയ് ചെയ്യും. ചെറിയൊരു പണിയുണ്ട്. അതെ അതെ, ഷിഫയ്ക്ക് ചെറുതായി ഒരു പനിയുണ്ടെന്ന് കേട്ടായിരുന്നു. അല്ലടികളെ പൊടി പൊടാ. അമൻ നീ വിട്ടോടാ, ഇവൾമാരെ നോക്കണ്ട. അമ്മൻ ലച്ചുവിനെ കണ്ണുറ്റി നോക്കിയതും ലച്ചു മുഖം കൂട്ടി തിരിഞ്ഞു കളഞ്ഞു. അപ്പയാണ് അമ്മൻ ഓതോർത്തത്. റാഷി ജുബിയെ കൊണ്ട് പോകും, ഹാദി ഇനുവിനെയും. കിരൺ വന്ന് പൊടിയെ അരുണിൻ്റെ കൂടെ അഞ്ചും പോകും. പിന്നെ ലച്ചു തനിച്ചാകും. ഇന്നാണെങ്കിൽ താൻ മാത്രം കാറെടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ബൈക്കാണ്. ലച്ചുവിനെ എണീപ്പിച്ച് മാറ്റി നിർത്തി അമ്മൻ ചോദിച്ചപ്പം ലച്ചുവിന് വിഷമായി. എങ്കിലും അവൾ പുറത്ത് കാണിക്കാതെ അതിനല്ലേ ബസ് എന്ന് പറഞ്ഞിട്ട് പോകാൻ നിന്നതും അമ്മൻ അവളെ ബാഗ് എടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പം നിങ്ങളൊക്കെ ഓരോ ബൈക്കും ആകുമല്ലോ, ഞാൻ ഇതിനെയും കൊണ്ട് പോവുക. ഒരു മൂവിയൊക്കെ കണ്ട് വീട്ടിലാക്കിയേക്കാം. അരുൺ ഓക്കെ പറഞ്ഞതും അമ്മനില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നവളെയും വലിച്ചുകൊണ്ട് പോയി. നീ ചെന്ന് അവളെയും കൂട്ടി താഴേക്ക് വാ, ഞാൻ പാർക്കിങ്ങിൽ കാണും. നിങ്ങൾ പോകാൻ നോക്ക്, ഞാനൊന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, പോയി വിളിച്ചോണ്ട് വാടി. അമ്മൻ ശബ്ദം വെച്ചതും ലച്ചു ചവിട്ടിത്തുള്ളി ഷിഫയെ വിളിക്കാൻ പോയി. പനിയെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മുങ്ങാനായിരുന്നു അവളെ പ്ലാൻ. ഇതിപ്പോൾ ലോട്ടറി അടിച്ച പോലെയായി. കാറിലിരിക്കുമ്പോൾ ഷിഫ ലച്ചുവിനോട് ചിലതൊക്കെ ചോദിക്കുന്നുണ്ട്. ഒതുങ്ങിയ ടൈപ്പായതുകൊണ്ട് അവളോട് സംസാരിക്കുമ്പോൾ തന്നെ ലച്ചുവിന് ബോറടിച്ചു. അവിടുന്ന് നേരെ മാളിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് മൂവിക്ക് കയറി. അമനും ഷിഫയും സൊല്ലിരുന്നപ്പം ലച്ചു ഉറങ്ങിയും തിന്നും ഹാഫ് വരെ എത്തിച്ചു. ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷം ലച്ചു അകത്തേക്ക് കയറിയില്ല. എന്തെങ്കിലും വാങ്ങിക്കട്ടെ, നിങ്ങൾ ചെല്ലേ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു. കുറച്ച് ഫേസ് മാസ്കും വേറെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലച്ചുവിനൊരു കാര്യം ഓർമ്മന്നത്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അരുണിൻ്റെ പിറന്നാളാണ്. അവിടുന്ന് ഇറങ്ങി നേരെ ബോയ്സിൻ്റെ ഷോപ്പിൽ കയറി. മെയിനായിട്ട് ഗിഫ്റ്റ് പോലെ പോയത് കൊടുക്കുന്ന ബ്രാൻഡ് സാധനങ്ങളുള്ള വലിയൊരു ഷോപ്പായതുകൊണ്ട് ആകെ കൂടെ അവിടെ 1-2 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഗേളായ ലച്ചു മാത്രം. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വന്നതും ലച്ചു അയാളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. തനിയെ സമയമെടുത്ത് ഷോപ്പ് ചെയ്യുന്നതാണെന്ന് ലച്ചുവിനിഷ്ടം. കണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ട 2 വാച്ച് കയ്യിലെടുത്ത് അതിലേതെടുക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമാണ് പിന്നീന്നൊരു വിളി കേട്ടത്. നോക്കിയപ്പോൾ അവിടെയുള്ള അക്ഷയെ കണ്ടതും ലച്ചുവിൻ്റെ ഹൃദയമൊന്ന് നൊന്തു. പെട്ടെന്ന് മുഖം തിരിച്ച് കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ട് കയ്യിലുള്ളത് അവിടെ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഓർത്ത് നിന്നതും തൻ്റെ കൈക്ക് താഴെ അമർന്ന കൈകൾ അടച്ചു പിടിച്ച കണ്ണുകൾ തുറന്ന് ലച്ചു മുഖമുയർത്തി നോക്കി. മുന്നിലുള്ള വിക്കിയെ കണ്ട് ലച്ചു ശരിക്കും ഷോക്കായിപ്പോയി. ഈ പന്നി കൊടുക്കത്തെ ടൈമിംഗ് ആണല്ലോ ഗോഡ്. ആളെ കണ്ടപ്പോൾ തന്നെ ലച്ചു മനസ്സിൽ പറഞ്ഞു പോയി. ഇനിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? അടുത്തേക്ക് നിന്ന് വിക്കി ചോദിക്കുമ്പോൾ ലച്ചു വിക്കിയുടെ വായിലേക്ക് നോക്കി ഒരക്ഷരം മിണ്ടാതെ നിൽപ്പായിരുന്നു. പെട്ടെന്ന് കിട്ടിയ തള്ളിലിൽ വിക്കി വീയാൻ പോകെ ലച്ചു അവനെ താങ്ങി പിടിച്ചിരുന്നു. നോക്കുമ്പോൾ അത് ചെയ്തത് അക്ഷയാണെന്ന് കണ്ട ലച്ചുവിൻ്റെ മുഖം അവനോടുള്ള ദേഷ്യം കൊണ്ട് നിറഞ്ഞു. വിക്കി, ഐ ഓൾറൈറ്റ്? എന്താ അക്ഷയ്, എന്താ എനിക്ക് വേണ്ടത്? അതും ചോദിച്ച് ലച്ചു അങ്ങോട്ട് ചെല്ലേ വിക്കി അവളെ കയ്യിൽ പിടിച്ച് നിർത്തി. ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ലച്ചു, കൂൾ. വിക്കി പറയെ ലച്ചു അക്ഷയെ കറുപ്പിച്ചൊന്ന് നോക്കി. പോകാൻ നിന്നവരുടെ മുന്നിലായി അക്ഷയ് കയറി നിൽക്കെ ഇത്തവണ വിക്കി ലച്ചുവിനെ പിന്നിലാക്കി മുന്നിലേക്ക് നിന്നു. നീ ആരാന്നാ നിന്റെ വിചാരം? എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട. ലച്ചു, എനിക്ക് സംസാരിക്കേണ്ടത് നിന്നോടാണ്. എൻ്റെ കൂടെ വരില്ലേ നീ? അത് ചോദിക്കെ ലച്ചു അക്ഷയുടെ അടുത്തേക്ക് ചെന്നതും അക്ഷയ് വിക്കി പുച്ഛത്തോടെ നോക്കി. ഞാൻ പറഞ്ഞല്ലോ അക്ഷയ് നിന്നോട്, എനിക്ക് നിൻ്റെ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന്. വിക്കി ചിരി പിടിച്ച് നിർത്തി അക്ഷയ് നോക്കിയാൽ അക്ഷയ് വിക്കിയുടെ നെഞ്ചി പിടിച്ചിട്ട് പിന്നീട്ട് തള്ളിയതും അടുത്ത നിമിഷം ലച്ചു അക്ഷയെ പിടിച്ച് തള്ളിയിരുന്നു. അക്ഷയ് ഞെട്ടി വിക്കിയെ പിടിച്ച് നിൽക്കുന്നവളെ നോക്കി. നിനക്ക് ഇത്രയും പെട്ടെന്ന് മൂവ് ഓൺ ആവാനേ എങ്ങനെ കഴിഞ്ഞു ലച്ചു? അത് കേട്ടതും ലച്ചു അവൻ്റെ നേരെ കൈ നീട്ടി വേണ്ടെന്ന് കാണിച്ചു. വേണ്ട, എനിക്കെന്തൊന്ന് ഓർക്കാൻ കൂടെ വയ്യ അക്ഷയ്. നീ ഇപ്പോൾ പോകാൻ നോക്ക്. എനിക്കുള്ള ഉത്തരം നിനക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പോഴും നിനക്ക് തന്നെ ഇഷ്ടമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? ജീവനായിരുന്നു. പെട്ടെന്ന് ലച്ചു പറഞ്ഞ മറുപടി കേൾക്കെ അക്ഷയ് അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തി സ്നേഹിച്ചു തുടങ്ങിയോ അന്ന് അവസാനിച്ചു എല്ലാം. ലച്ചു, വീട്ടുകാർ നിനക്കറിയില്ലേ ചേച്ചിയെക്കുറിച്ച്? പിന്നെ അമ്മയും അച്ഛനും? ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചത് നിൻ്റെ കൂടെയായിരുന്നു അക്ഷയ്. അവരൊക്കെ എതിർത്താലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതല്ലേ? വീട്ടിലെൻ്റെ ഏട്ടനോടെല്ലാം സംസാരിച്ച് ഏട്ടനല്ലേ നിനക്ക് ഡൽഹിയിലെല്ലാം ചെയ്തു തന്നത്? എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിനക്ക് വേണ്ടി ഞാനും ചെയ്തു തന്നിട്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ? അവസാനമായി ഇവിടെ വെച്ച് നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തന്ന് യാത്ര പറഞ്ഞ് പോയതല്ലേ? നീ പിന്നെ വിളിയില്ല, മെസ്സേജില്ല. വൈകിപ്പോയി. അക്ഷയ് ആരായിരുന്നു? അവന് വേണ്ടത് എന്നല്ലായിരുന്നു, എൻ്റെ പണം മാത്രമായിരുന്നെന്ന് മനസ്സിലാക്കാൻ. ലച്ചു, നീ കാര്യം അറിയാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അക്ഷയ്. നിൻ്റെ ചേച്ചിരിക്കൽ എന്നെ വിളിച്ചിരുന്നു. അന്ന് അവിടെ നീ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. മോനേക്കാൾ വലിയ പഠനവും വിദ്യാഭ്യാസം ഉള്ളവളെ കൊണ്ട് വന്നാൽ ഞാൻ കുടുംബം മുടിക്കും പോലും നിനക്കൊരു വിലയും തരില്ലെന്ന്. അതുകൊണ്ട് എന്നേക്കുമായി എൻ്റെ ഏട്ടനും വീടും വീട്ടുകാരെയും വിട്ടിട്ട് വരാൻ. ഗോഡ് പ്രോമിസ് അക്ഷയ്. അപ്പെങ്ങാനും നീയോ നിൻ്റെ വീട്ടുകാരോ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നെങ്കിൽ. കൈയെത്തി ലച്ചു പറയുമ്പം അക്ഷയുടെ തല താഴ്ന്നു പോയി. നിന്നോടുള്ള ഇഷ്ടമൊക്കെ അവിടെ അലിഞ്ഞു പോയി അക്ഷയ്.
ഇപ്പം നിന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയേറ്റോ. നിന്നെ കണ്ടാൽ ഇഷ്ടം വരുമ്പോൾ ഓർത്തിട്ടൊന്നുമില്ല. പകരം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത നിന്നെ സ്നേഹിച്ചു പോയ എന്നോട് വെറുപ്പ് തോന്നുമോ എന്ന പേടി. അക്ഷയ് എന്ന ചാപ്റ്റർ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നീ പറഞ്ഞ മൂവ് ഓൺ ഉണ്ടല്ലോ, നീ ഇട്ടിട്ട് പോയെന്ന് കരുതി എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പറയുന്നത് കൂടെ ലച്ച് വിക്കിയുടെ കയ്യിൽ കൈകോർത്ത് വിക്കിയെ നോക്കി. ഇനി ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു പോകരുത്. കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ ഞാൻ മറക്കില്ല. പിന്നെ അന്ന് ശരിക്കും പറയാൻ കഴിഞ്ഞില്ല. ബെസ്റ്റ് വിഷസ്. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, ഗുഡ് ബൈ. അത്രയും പറഞ്ഞിട്ട് മുന്നിൽ അക്ഷരം മിണ്ടാൻ കഴിയാതെ നിൽക്കുന്ന അക്ഷയ് മറികടന്നുകൊണ്ട് ലച്ച് വിക്കിയും കൊണ്ട് പോകെ അക്ഷയ്ക്ക് നിന്നിടെ മണ്ണിലിച്ച് പോകുന്ന പോലെ തോന്നി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രണയം നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ യഥാർത്ഥമായി പ്രണയിച്ചിരുന്നില്ലെന്ന് ഞാൻ പറയും. ഏതോ ഒരു വൃദ്ധൻ അതും പറഞ്ഞിട്ട് അതിലൂടെ കടന്നു പോകെ അക്ഷയുടെ കണ്ണുകൾ പുറത്തത്തിലൂടെ നടന്നു പോകുന്നവരിൽ പതിഞ്ഞു. ലച്ചുവിനെ പോലുള്ള ഒരുത്തിയെ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. അക്ഷയുടെ ഉള്ള നീറുമ്പം ഫോണിലേക്ക് വന്ന കോൾ ആരാണെന്ന് നോക്കാതെ തന്നെ അക്ഷയ് കോൾ എടുത്തു. ഞാൻ പറഞ്ഞതൊക്കെ കിട്ടിയോ? പെട്ടെന്ന് വേണം, മാർക്കറ്റിൽ സ്റ്റോക്ക് തീരും മുന്നേ അതെനിക്ക് വേണം. അക്ഷയ് നീ കേൾക്കുന്നില്ലേ? പല്ലൊന്ന് ഞെരിച്ചുകൊണ്ട് അക്ഷയ് ഒന്ന് മൂളി ഫോൺ വെച്ചു. തുടരും. കാണാം. ബൈ ബൈ.